നമസ്കാരം കരികളെ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? കാന്താരിസിൻ ചാക്കോച്ചിയാണ്. ഇന്ന് നമ്മൾ പുതിയ ഡിഷുമായിട്ട് വന്നിരിക്കുക. എന്തായിരിക്കും? അച്ചായൻ സ്പെഷ്യൽ ബീഫ് ഫ്രൈ. ഞാൻ പല വീടുകളിലും പല സ്ഥലങ്ങളിലും പോയി കഴിക്കുമ്പോൾ ഈ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞു തരുന്നത് കുഴപ്പമില്ലാന്നും പല രീതിയിലാണ്. ഇപ്പോഴും ചില ആളുകൾക്ക് അത് ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല. അറിയാത്ത വ്യക്തികൾക്ക് വേണ്ടി നമ്മളിത് കിഡിലൻ ബീഫ് ഫ്രൈ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ബീഫ് ഫ്രൈ നമ്മൾ മേടിക്കുമ്പോൾ ഒരു ബീഫിന്റെ മറ്റൊരു ബീഫ് തൊടാൻ പാടില്ല. അതായത് ഒരു പീസിന്റെ മറ്റൊരു പീസ് തൊടാൻ പാടില്ല. അങ്ങനെയായിരിക്കണം ബീഫ് ഫ്രൈ. അപ്പൊ നമുക്ക് അച്ചായൻ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഒന്ന് പോയി കണ്ടാലോ? നമുക്ക് എല്ലാവർക്കും കൂടി പെട്ടെന്ന് കുക്ക് ചെയ്ത് വരാം. വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം 3.5 കിലോ ബീഫാണ് ഇവിടെ ഇതുപോലെ കഴുകി എടുത്തിരിക്കുന്നത്. 3.5 കിലോ ബീഫിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ്. അതിനുശേഷം ഏകദേശം ഒരു ഉണ്ട വെളുത്തുള്ളി, ഞാനിവിടെ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഉണ്ട വേണ്ട, എൻ്റെ പകുതി മതി. ഇതുപോലെ അരിഞ്ഞ് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5-8 പച്ചമുളക് നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 8-10 പച്ചമുളക്, ഒരു കഷ്ണം നാരങ്ങ, പകുതി മുറിച്ച നാരങ്ങ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാം. അല്പം വേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോ. നെയ്യ് അധികം ഇതിൽ കുറവാണ്, അതുകൊണ്ടാണ് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് അടിക്കാം. ഞാൻ ഏകദേശം ഇവിടെ ഒരു 3 വിസിൽ അടിച്ചിട്ടുണ്ട്. ഈ കുക്കറിൽ ഇവിടുത്തെ ഇതനുസരിച്ച് 3 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ വേവിനനുസരിച്ച് ബീഫ് നമുക്ക് നന്നായിട്ട് വേവിക്കാം. അതിനുശേഷം നമുക്ക് വലിയൊരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് ഈ അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ വെള്ളം വറ്റിക്കണം. വെള്ളം വറ്റിച്ച് നമ്മൾ പൊട്ടിച്ചെടുക്കുക എന്ന് പറയും. അങ്ങനെ പൊട്ടിച്ചെടുക്കണം, അതായത് ഒരു തരി വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം ഒരു പാത്രം, നല്ലൊരു പാത്രം വെച്ചിട്ട് ഒരു ഉരുളി എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ, ഞാനിവിടെ ഏകദേശം ഏകദേശം ഒരു 50 മില്ലി വെളിച്ചെണ്ണ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുപുള്ളിയും സവോളയും നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 സവോള വലിയതും പിന്നെ ഒരു 250 ഗ്രാം ചെറുപുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അല്പം ഉപ്പിട്ടുള്ള പെട്ടെന്ന് വാടി കിട്ടും സവോള കേട്ടോ. സവോളയൊക്കെ പെട്ടെന്ന്, ചെറുപുള്ളിയും സവോളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തു. വെളുത്തുള്ളിയും അതുപോലെ തന്നെ 5-8 പീസ് നമ്മൾ ഇതുപോലെ തന്നെ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു 10-15 പച്ചമുളക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നമ്മൾ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1-2 കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ 2-2.5 ടേബിൾ സ്പൂൺ നമ്മൾ നല്ല മീറ്റ് മസാല നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 തക്കാളി നന്നായിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് അടിച്ച് നമ്മളിതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊട്ടിച്ച് വെച്ച ബീഫ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടോ ഈ സമയം കേട്ടോ. എല്ലാവരുടെയും പിടിക്കണം, മസാല നന്നായിട്ട് പിടിക്കണം ബീഫിൽ. ഞാനിവിടെ ഫസ്റ്റ് നമ്മൾ തേങ്ങ വറുക്കാറുണ്ട്. ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടില്ല. നമ്മളൊരു വേറൊരു പാത്രം വെച്ച് അതിൽ തേങ്ങ നമ്മൾ വറുത്ത് ബ്രൗൺ കളറാക്കി എടുത്തിരിക്കുകയാണ്. ഈ സാധനം ഇതുപോലെ ബ്രൗൺ ആക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഒരു അല്പം പെരിഞ്ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം നമുക്ക് വെറുതെ പെരിഞ്ജീരകം പൊടിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം, അടി പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കറുവപ്പട്ടയും ഏലക്കായും അതിന് മിക്സിയിൽ അടിച്ചെടുക്കണേ. മിക്സിയിൽ അടിച്ച് ആ പൊടി ഒരു നല്ല സ്മെല്ലായിരിക്കും. അത് കണ്ടോ, ഇതുപോലെ നമ്മൾക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിൽ. ഈ സമയം വേണമെങ്കിൽ കുത്തിപ്പൊടിച്ച മുളകുണ്ടല്ലോ, നമ്മുടെ വറ്റൽമുളക് കുത്തിപ്പൊടിച്ചത്, അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതുകൂടെ എടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ചെറുനാരങ്ങ വേണമെങ്കിൽ കുറച്ച് അല്പം പിഴിഞ്ഞ് കൊടുത്തോ, അല്പം ഉപ്പിട്ട് കൊടുത്തോ, കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഒരു അടിപൊളി കിഡിലൻ ബീഫ് ഫ്രൈ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് അയച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരണ വരയ്ക്കും എല്ലാവരോടും ബൈ.